ഹലോ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടോ കുറേ കിടന്ന വളവ്. ഇതിന് മുമ്പ് ഞാൻ ഇതേമാതിരി ഒരു വീഡിയോ ചെയ്തേന്. ആ വീഡിയോ എങ്ങനെ വെച്ചാൽ നമ്മൾ 15 റുപ്യ 10 റുപ്യ എടുത്ത് സ്ലിപ്പ് വാങ്ങണം. ഇത് നമ്മളൊരു 2 LED ബൾബ് 3 LED ബൾബ് കേടുന്നീന് ഒരു LED ബൾബ് ശരിയാക്കണം. ഒന്നിൻ്റെ പാർട്സ് എടുത്തുകൊണ്ട് ഒന്നിനെ വെച്ചാൽ ശരിയാക്കണം. ഇതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടത്. ശരിക്കും കണ്ടോക്കി. LED ചെക്ക് ചെയ്യണം. ഏതാണ് കംപ്ലൈൻറ്റ്, ബോർഡാണോ LED സ്ലിപ്പാണോ കംപ്ലൈൻറ്റ് എന്നതിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇപ്പോൾ കൈക്കണ്ടീൻ്റെ സ്ലിപ്പാണ് കേട്, മറ്റീൻ്റെ LED കേടില്ല, LED സ്ലിപ്പ് കേടില്ല. അപ്പോൾ അതിൻ്റെ LED സ്ലിപ്പ് എടുത്ത് കാണാനാണ് ഇതിന് വെളുക്കേണ്ടത്. അങ്ങനെയാണ് ചേഞ്ച് ആക്കേണ്ടതെന്ന് നോക്കി. നമുക്ക് 5 പൈസ ചിലവില്ലാതെ സംഗതി റെഡി ആയി കിട്ടും. അത് കഴിച്ച് ഇതൊക്കെ മാറ്റിയേക്കണം. അതേമാതിരി വെക്കുക. ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ശരിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ഓരോ സ്ലിപ്പ് കായെടുത്ത് മേങ്ങനെ 15 റുപ്യ എടുത്ത്. ഇതങ്ങനല്ല, ഇത് നമ്മുടെ അടുത്തിൽ കേടില്ല വളവിൽ നിന്ന് എന്താ പോയിക്കണ്ടെന്നുള്ളത് മറ്റേ വളവ് ഉണ്ടോ പോകാത്തത് അത് ഇതിമൊക്കെ എടുത്തേക്കും. ചിലത് ബോർഡ് ആയിക്കാറാം, ചില LED സ്ലിപ്പ് ആയിക്കാറാം. അപ്പോൾ മറ്റിൻ്റെ ബോർഡാണ് പോയിക്കുന്നത്, ഇതിൻ്റെ LED സ്ലിപ്പും പോയിക്കണം. അപ്പോൾ അതിൻ്റെ LED സ്ലിപ്പ് എടുത്ത് കണ്ടാണ് ഇതിനെ ഞാൻ പോയിക്കേണ്ടത്. അത് പ്ലസ് മൈനസ് മാറാതെ കൊടുക്കണം, നെഗറ്റീവും പോസിറ്റീവും. നല്ല ഇത് 15 വാട്ട്സിൻ്റെ വളവാണ്. 15 അല്ല 12 വാട്ട്സിൻ്റെ. ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഫുള്ള് വീഡിയോ അത് നമുക്ക് പ്ലസ് മൈനസ് മാറാതെ സോൾഡർ ചെയ്യണം. പ്ലസ് മൈനസ് മാറിക്കഴിഞ്ഞാൽ സാധനം പോകുന്നില്ല, പക്ഷേ ബൾബ് വർക്ക് ചെയ്യില്ല. ഇനി അത് 2 കൊല്ലം ഉപയോഗിക്കാം. 2 കൊല്ലം മറ്റേ ബോർഡിന് കംപ്ലൈൻറ്റ്. ഇതിൻ്റെ LED